ഓക്കെ. ഡിവിഷനോ? ചെയ്തിട്ടില്ല. ഡിവിഷനും പവറും ചെയ്യാണ്ട്, രണ്ടെണ്ണം ചെയ്യാണ്ട് അല്ലേ? എനിക്കറിയാം കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ? കുറച്ചായല്ലോ എടുത്തിട്ടല്ലേ അല്ലടാ അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നോക്കാം എന്തായാലും കേട്ടോ. ഞാനൊന്ന് റിപ്പീറ്റ് ചെറുതായിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നോക്കാം. ഓക്കെ, പറയട്ടെ. രണ്ട് വാല്യൂ ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ 2 പ്ലസ് ഓർ മൈനസ് 0.1 പറഞ്ഞ 2 പ്ലസ് ഓർ മൈനസ് പറടാ 0.1. അതേപോലെ വേറെ ഒന്നും തരട്ടെ? ഓക്കെ, മനസ്സിലാവുന്നു? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അതേപോലെ 4 പ്ലസ് ഓർ മൈനസ് 0.2. ഓക്കെ ഓക്കെ, ഇതാണ് രണ്ട് വാല്യൂ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ എറർ ഇൻ ഡിവിഷൻ കണ്ടുപിടിക്കണം. പറഞ്ഞടാ, എറർ ഇൻ ഡിവിഷൻ. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? എറർ ഇൻ പറയടാ, എറർ ഇൻ ഡിവിഷൻ. ഓക്കെ, ആദ്യം ഞാൻ ഇതിന്റെ ഫോർമാറ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പറഞ്ഞ എ പ്ലസ് ഓർ മൈനസ് പറഞ്ഞോ എറർ ആണ് ഡെൽറ്റ. ഓക്കെ. ഇനി ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. റെഡി അല്ലേ? ഓക്കെ. എന്നിട്ട് എക്സാമിൽ ചോദിക്കാൻ പോകുന്നത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള എറർ ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള പറഞ്ഞടാ എറർ ആണ്. ഓക്കെ, ടെൻഷൻ ഒന്നും വളരെ ഈസിയാണ് കൺസെപ്റ്റ്. ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പറയട്ടെ. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. മനസ്സിലായോ? ആയോ? ഇല്ല, ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഹലോ? ഓക്കെ, അപ്പൊ ഇത്രയോ ഉള്ളടാ. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതിനാണ് എറർ ഇൻ ഡിവിഷൻ എന്ന് പറയാം. ഓക്കെ, അത് രണ്ടും കൂടി ചെയ്ത് കിട്ടുന്ന സാധനം ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്നാണ് പറയാ. എന്താ പറയാ? ഡെൽറ്റ പറയടാ, ഡെൽറ്റ ഇത് ഞാൻ ചെയ്ത് പറയട്ടെ. എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ പറ 0. പറഞ്ഞോ, ഈ ഫോർമാറ്റ് വെച്ച് പറഞ്ഞ 0.1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.2 divided by 4. ഓക്കെ, 0.2 ഡിവൈഡ് ബൈ 4. ഇത് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഡെൽറ്റ സെഡ് ബൈ സെഡ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഞാനൊരു ചോദ്യം ജസ്റ്റ് തരട്ടെ നിങ്ങൾക്ക്? തരട്ടെ? ഓക്കെ, നോക്ക്, പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. ഇതാണ് ഫോർമാറ്റ്. ഡിവിഷന്റെ ഫോർമാറ്റ് ഇതാണ്. ഇതിന് മനസ്സിലാവുന്നുണ്ടോ? എറർ ഇൻ പറഞ്ഞോ ഡിവിഷൻ. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് നിങ്ങൾ ചിലപ്പോ പിന്നെ നോക്കിയിരുന്നു. ഈ ക്ലാസ് കയറുന്നതിന് മുന്നേ എല്ലാവരും ജസ്റ്റ് ക്ലാസ് നോക്കിയിരുന്നോ? ജസ്റ്റ് വായിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. നോക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ക്ലാസ് ഈ ചാപ്റ്റർ തീരാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് തന്നെ ഞാൻ പരമാവധി തീർക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ഒരു ചോദ്യം തരുന്നുണ്ട്. മാസ് എന്താടാ? പറഞ്ഞോ. മാസ് 0.2 അല്ല, മാസ് 2 പ്ലസ് ഓർ മൈനസ് 0.2 പറഞ്ഞ മാസ് എത്ര? 2 പ്ലസ് ഓർ മൈനസ് 0.2. ഇത് മാസാണ്. അതേപോലെ വോള്യൂം തന്നിട്ടുണ്ട്. പറഞ്ഞ എന്താ തന്നിട്ടുള്ളത്? പറഞ്ഞ വോള്യൂം 4 വേണ്ട, നമുക്ക് ഒരു 6 എടുക്കാം. 6 പ്ലസ് ഓർ മൈനസ് 0.1 പറഞ്ഞ മാസ് എത്രയാടാ? മാസ് പറഞ്ഞോ 2 പ്ലസ് ഓർ മൈനസ് 0.2 കിലോഗ്രാം. വോള്യൂം എത്രയാ? 6 പ്ലസ് ഓർ മൈനസ് 0.1 മീറ്റർ ക്യൂബ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റിലേറ്റീവ് എറർ ഓഫ് റിലേറ്റീവ് എറർ ഓഫ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞ. റിലേറ്റീവ് എറർ ഓഫ് എന്താണ്? പറഞ്ഞോ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ അല്ലേ? ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് പെർ വോള്യൂം ആണ്. എന്താ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കേട്ടെ. മാസ് ബൈ
വോള്യൂം. എടാ മാസ് ബൈ വോള്യൂം എന്ന് വെച്ചാൽ ശരിക്കും ഡിവിഷൻ അല്ലേ വരാ, അല്ലേ? മാസ് ബൈ വോള്യൂം പറയടാ, അല്ലേ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഡെൻസിറ്റി, മാസും വോള്യൂം തന്ന ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ പറഞ്ഞോ വോള്യൂം ആണ്. അപ്പൊ ഡിവിഷൻ ആണെന്ന് മനസ്സിലായി. എന്തെന്ന് മനസ്സിലായി നമുക്ക്? ഡിവിഷൻ. ഡിവിഷൻ ആണെന്ന് മനസ്സിലായി. ഈ ഡിവിഷൻ ആണെങ്കിൽ അതിന്റെ എറർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിവിഷൻ ആണെങ്കിൽ അതിന്റെ റിലേറ്റീവ് എറർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിവിഷൻ ആണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോള്യൂം എന്നല്ലേ, അല്ലേ? ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് പെർ വോള്യൂം, മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം എന്നാണ് ഡെൻസിറ്റി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോള്യൂം ആണ്. അതിന്റെ അർത്ഥം ഡിവിഷൻ ആണെന്ന് മനസ്സിലായി, അല്ലേ? ഡിവിഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഡിവിഷനിൽ റിലേറ്റീവ് വരാൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡിവിഷനിൽ റിലേറ്റീവ് വരാൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പറഞ്ഞു എല്ലാവരും. ഞാൻ ചോദിക്കുന്നവർ പറയട്ടെ. ജസ്റ്റ് ക്രിസ്റ്റി മേരി ട്രൈ ചെയ്ത് നോക്കടാ. ക്രിസ്റ്റി മേരി, ഡിവിഷനിൽ റിലേറ്റീവ് വരാൻ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഡിവിഷനിൽ പോയി ആരും ഇല്ലേ പറയാൻ? ഞാൻ ചോദിക്കുന്നവർ പറയാം. അനഘ പറ്റോ? പറയാൻ പറ്റോ അനഘ? A plus or minus delta A. പറഞ്ഞോ. Delta A by A. ഡെൽറ്റ എ ബൈ എ. പറഞ്ഞോ. Delta B by B. വെരി ഗുഡ്. ഡെൽറ്റ ബി ബൈ കിട്ടുന്നത് എന്തായിരിക്കും? ഡെൽറ്റ സെഡ് ബൈ Z. ഓക്കെ, അടിപൊളി. വെരി ഗുഡ്. ഓക്കെ. അപ്പോ ആദേശ എങ്ങനെ ചെയ്യാന്ന് പറ. 0.2/2. 0.2/2 പ്ലസ് പറഞ്ഞോ 0.1/6. 0.1/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ സെഡ് ബൈ സെഡ് കിട്ടില്ലേ? ഓക്കെ, നീ സ്മാർട്ട് ആടാ. വെരി ഗുഡ്. മക്കളെ മനസ്സിലായി? മനസ്സിലായടാ മക്കളെ? റെഡി ആയി? ഓക്കെ, ഞാൻ പ്രോബ്ലം ചെയ്യിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡിവിഷൻ വരുമ്പോ അതിന്റെ റിലേറ്റീവ് എറർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ആന്ന് പറ. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ, നിങ്ങൾ ഇതൊന്നും എഴുതണ്ട. പ്രോബ്ലം ഞാൻ ചെയ്യിക്കും. നിങ്ങൾ എന്നാ ചെയ്യും? ഞാൻ പ്രോബ്ലം തരും. എനിക്ക് ഇത് മാത്രം വേണമെന്ന്, ഇത് മാത്രം ഒന്ന് എഴുതിയെടുക്കണം. എറർ ഇൻ ഡിവിഷൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഒന്ന് എഴുതിയെടുക്കോ. എഴുതിയോ? തിരുമ്പി ടെൻഷൻ ആവണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ ഭാഗമൊന്നും സ്കൂളിൽ ഒരിക്കലും എടുക്കൂല കേട്ടോ, ഉറപ്പായിട്ടും. കാരണം ഇതൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. എൻട്രൻസ് എഴുതുന്ന മക്കളായിരിക്കും നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരാണല്ലോ. അപ്പൊ നിങ്ങൾ എൻട്രൻസ് ഒക്കെ ഭാവിയിൽ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനത്തെ സാധനം ഇഷ്ടംപോലെ ഉണ്ടാവും. ക്ലിയർ? പക്ഷെ ബോർഡ് എക്സാമിൽ അങ്ങനെ ചോദിക്കലില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മുടെ റൈറ്റ് വേ നമുക്ക് നിങ്ങൾക്ക് എൻട്രൻസും കൂടി അതിൽ തരുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ടാവും. പറയുന്നത് മനസ്സിലാവുണ്ടാവും? ഓക്കെ, അപ്പൊ എൻട്രൻസും കൂടി വെച്ചിട്ടാണ് ചേർത്തിട്ടാണ് എടുക്കുന്നത്. ഇതൊന്നും എക്സാമിൽ ചോദിക്കില്ല. ബോർഡ് എക്സാമിൽ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇത് മായ്ച്ചോട്ടെ, ഈ ഡിവിഷൻ ഒന്ന് മായ്ച്ചോട്ടെ. ഇതേപോലെ ഒന്നും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒന്നും കൂടി പറഞ്ഞോട്ടെ, അതും കൂടി പറയട്ടെ. ഓക്കേടാ മക്കളെ, ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രോബ്ലം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊന്ന് വായിക്കുന്നുണ്ടേ. പറയട്ടെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ, 2 വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കണം, നന്നായിട്ട് നോക്കണേ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. എടാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓക്കെ, z is equal to a raised to m a raised to n, അല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? b raised to n. പറഞ്ഞ a raised to m പറഞ്ഞോ. b raised to n. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ ആണ്? എന്താ സാധനം പറ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എറർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. എങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ എറർ കണ്ടുപിടിക്കാം? വേഗം പറ. റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം മൾട്ടിപ്ലിക്കേഷനിൽ? വേഗം പറഞ്ഞ എല്ലാവരും പറ. ഞാൻ ചോദിക്കുന്നവർ പറ. വേണ്ട, എല്ലാവരും വേണ്ട. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എനിക്ക് ഉറപ്പാണ്. എന്നാലും ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ പോവാം.
പോവാണ്. ഓക്കെ, അമർനാഥ് ഹലോ. മൾട്ടിപ്ലിക്കേഷൻ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അമർ? ഡെൽറ്റ എ ബൈ എ വണ്ടർഫുൾ പ്ലസ് പറഞ്ഞോ ഡെൽറ്റ ബി ബൈ ബി. ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എറർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അടിപൊളിയാണ്. വെരി ഗുഡ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എറർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ആരെങ്കിലും കണ്ടോ? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പറഞ്ഞു പവർ ഉണ്ട് ഇല്ലേ? പവർ ഇല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചു സാർ പവർ വന്നാൽ എന്ത് ചെയ്യും സാർ? ഒന്നും ചെയ്യണ്ട. ഈ ഡെൽറ്റ എ ബൈ എന്റെ പവർ എന്താ പറഞ്ഞോ? എന്റെ പവർ എന്താ? എം. ആ എം മുന്നിലിട്ട് കൊടുക്കുക. ബിന്റെ പവർ എന്താ? എൻ. ആ എൻ എങ്ങോട്ട് കൊടുക്കുക? മുന്നിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എവിടെങ്കിലും സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ നമുക്ക് അറിയാം, അതിന്റെ എറർ ഇങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം. അതിന്റെ മുകളിൽ പവർ ഉണ്ടെങ്കിൽ ആ പവർ മുന്നിൽ എഴുതിയാൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു, റെഡി ആവുന്നുണ്ടോ നോക്കണേ. Z is equal to a raised to m b raised to n. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? പറഞ്ഞു ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? വേഗം പറ. ഡിവിഷനിൽ പൊതുവെ നമ്മൾ എറർ കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കുക? റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കുക ഡിവിഷനിൽ? ഞാൻ പറഞ്ഞോ. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇത് നമുക്കറിയാം ഡിവിഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ മുകളിൽ പവർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. എന്റെ മുകളിലുള്ളത് എം ആണ്, അപ്പൊ എന്റെ അടുത്ത് എം എന്ന് എഴുതാം. ഇവിടെ ബിന്റെ മുകളിലുള്ളത് എൻ ആണ്, അപ്പൊ ഈ എൻ മുന്നിൽ എഴുതാം. മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ? മനസ്സിലായി ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാ സാർ പറയുന്നത്? ഇതൊക്കെ എൻട്രൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ എൻട്രൻസിൽ മാത്രമേ ചോദിക്കുള്ളൂ. എൻട്രൻസ് നിങ്ങൾ എഴുതാതിരിക്കരുത്, കാരണം നിങ്ങൾ എൻട്രൻസിനും കൂടി വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. ഓക്കെ, എൻട്രൻസ് എന്തായാലും നിങ്ങൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ബോർഡ് എക്സാമിന് വേണ്ട സാധനമൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്റർ. പറഞ്ഞു മനസ്സിലായോ? ബോർഡ് എക്സാമിന് നിങ്ങളെ കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് വേണ്ട സാധനങ്ങൾ ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊക്കെ എൻട്രൻസ് ബേസ്ഡ് ആണ്. പറഞ്ഞു മനസ്സിലായടാ? ഓക്കെ, അപ്പൊ എന്റെ മക്കൾ ഇങ്ങനെ തന്നെ പഠിക്കും. ഞാൻ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ 3 കാര്യം പഠിപ്പിച്ചു. മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വെച്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 പ്ലസ് ഓർ മൈനസ് 0.1 3 പ്ലസ് ഓർ മൈനസ് 0.1. ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. എന്നിട്ട് നിങ്ങളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഏരിയന്റെ എറർ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞടാ? എറർ ഓഫ് പറഞ്ഞോ, റിലേറ്റീവ് എറർ ഓഫ് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ഏരിയ എന്ന് വെച്ചാൽ? വേം പറ. എന്താ ഏരിയ എന്ന് വെച്ചാൽ എന്താ? വേം പറ. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? വെരി ഗുഡ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എറർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എ ബൈ എ പ്ലസ് പറഞ്ഞോ. ഓക്കെ, ഡെൽറ്റ എ എന്താ? 0.1. ഡെൽറ്റ എ 0.1 എ 2 ആണ്. പ്ലസ് ഡെൽറ്റ ബി എന്താ? 0.2. ബിന്റെ വാല്യൂ എന്താ? 3 ആണ്. മക്കളെ മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ, ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. അതിൽ പവർ വരാണെങ്കിൽ മുന്നിൽ ഇങ്ങനെ പവർ എഴുതി കൊടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞ? നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു എസ് ചാറ്റ് ബോക്സിൽ എഴുതി, ഇല്ലെങ്കിൽ ഒരു നോ എഴുതി റിപ്പീറ്റ് ചെയ്തതാണ്. ടെൻഷൻ ആവുന്ന കുറെ പ്രോബ്ലം ഞാൻ ചെയ്യിക്കും. ഇപ്പോ കുറെ പ്രോബ്ലം ചെയ്യിക്കും. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആവും നിങ്ങൾ. യെസ്, കുറെ എസ് മാത്രമേ കാണുന്നുള്ളൂ. എസ് നിങ്ങൾ എഴുതിയതുകൊണ്ട് എസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെടാ. അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞു വരുന്ന 2-3 കാര്യമുണ്ട്. കുറച്ച് പ്രോബ്ലം ചെയ്താലും നമുക്ക് ചെയ്താലോ? യെസ്. അപ്പൊ പ്രോബ്ലം ഞാൻ ഓരോന്നായിട്ട് തരാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇല്ല അതല്ലേ ബെറ്റർ? ചെയ്താലോടാ? ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ എടാ, നമ്മൾ ഏതെങ്കിലും പ്രോബ്ലം അവസാനം ചെയ്തിരുന്നോ? ഇല്ല. ഞാൻ പറയട്ടെ. V is equal to 100 പ്ലസ് ഓർ മൈനസ് 5. V is equal to 100. I is equal to, ഒരു മിനിറ്റ്, ഐന്റെ വാല്യൂ 0.5
10 ± 0.2. റെഡി അല്ലേ? ചോദ്യം 2 ചോദ്യം ഉണ്ട്. റിലേറ്റീവ് എറർ ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞ റിലേറ്റീവ് എറർ ഓഫ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് എഴുതണം. ഇതാണ് ചോദ്യം. പേടിക്കണ്ട, ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ, പറയട്ടെ. 2 ചോദ്യം ഉണ്ട്. 1 റിലേറ്റീവ് എറർ ഓഫ് പറഞ്ഞോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 2 റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റും കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? ഉറപ്പല്ലേ? ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? പറയടാ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, 10th പഠിച്ചിട്ടുണ്ടാവും. V is equal to പറഞ്ഞോ V is equal to പറഞ്ഞോ IR. ഓർമ്മയുണ്ടല്ലോ അല്ലെ? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറന്റ് ഇൻടു റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പറഞ്ഞോ V by I ആയിരിക്കും അല്ലേ? V is equal to IR അല്ലേ? ഇതല്ലേ? പറ എല്ലാരും പറ. V is equal to IR ആണ്. R is equal to V by I. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? എന്താണ്? ഡിവിഷൻ ആണ്. ഓക്കെ, ഡിവിഷൻ ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലായി ഡിവിഷൻ ആണെന്നുള്ളത്? R കണ്ടുപിടിക്കണമെങ്കിൽ V by I ആണ് ചെയ്യേണ്ടത്. R കണ്ടുപിടിക്കണമെങ്കിൽ പറഞ്ഞോ അപ്പൊ ഡിവിഷൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഡിവിഷൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ടോ? പറയടാ. അപ്പൊ ഡിവിഷൻ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഡിവിഷന്റെ റിലേറ്റീവ് എറർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിവിഷന്റെ റിലേറ്റീവ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി. യുഗിൻ ജിജോ പറയാൻ പറ്റുമോ? ഡിവിഷന്റെ റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? പോയോ ഹിരൻ? യുഗിൻ ഓൺ ചെയ്തു. യുഗിൻ പറഞ്ഞു. രണ്ടുപേരും പറയണ്ട. വരട്ടെ. അപ്പൊ ഡെൽറ്റ R by R അത് എഴുതണ്ടേ? കാരണം റെസിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അതെന്തുകൊണ്ടാ ഡെൽറ്റ R by R എഴുതിയ? കാരണം റെസിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഡെൽറ്റ R by R is equal to വേഗം പറഞ്ഞോ ഡെൽറ്റ A by A. ഡെൽറ്റ A എന്ന് പാടുണ്ടോ? ഡെൽറ്റ B. ഡെൽറ്റ V by V. എന്തുകൊണ്ടാ? കാരണം ഇവിടെ വോൾട്ടേജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ A എന്നാണ് പറയുകയാണെങ്കിൽ ഇവിടെ A എന്ന് എഴുതാം. ഇവിടെ B എന്നാണ് പറയുകയാണെങ്കിൽ B എന്ന് എഴുതാം. ഇവിടെ വോൾട്ടേജ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ യോഗിനെ? ഓക്കെ, പറഞ്ഞോ ഡെൽറ്റ V by V. പറഞ്ഞോ പ്ലസ് പറഞ്ഞോ ഡെൽറ്റ I by I. ഡെൽറ്റ I by I. ഓക്കെ, അപ്പൊ ഡെൽറ്റ R by R is equal to പറഞ്ഞാടാ ഡെൽറ്റ V എത്രയാടാ? 5. വണ്ടർഫുൾ, വെരി ഗുഡ്. ഡിവൈഡഡ് ബൈ V എത്രയാടാ? 100. സൂപ്പർ. പ്ലസ് പിന്നെ 0.2 by 10. 0.2 by 10. മക്കളെ ഒന്ന് ചെയ്തിട്ട് ആൻസർ പറ കേക്കട്ടെ. റിലേറ്റീവ് എറർ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കട്ടെ. എല്ലാരും ചെയ്തിട്ട് വേഗം പറ ആൻസർ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ചെയ്ത് നോക്കട്ടെ എത്ര ആൻസർ കിട്ടുന്നുണ്ടെന്ന് വേഗം പറ. ടൈമില്ല നമുക്ക്. എത്ര കിട്ടുന്നുണ്ടെന്ന് പറയണേ. ഒരാൾക്ക് കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ലേ? ഞാൻ ചെയ്യണോ? ഓക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അല്ലേ? 20.5. എത്രടാ? 20.5. എങ്ങനെ മനസ്സിലായില്ല? അല്ല, എനിക്ക് ഇതിൽ കിട്ടിയാൽ മതി. ഇങ്ങനെ മോളും താഴെയായിട്ടുള്ള കിട്ടിയാൽ മതി. ഞാൻ പറയട്ടെ എന്നാ. 1/20 സർ. 10 × 5. 10 × 5. 10 × 5 പറയടാ. 10 × 5 50. വെരി ഗുഡ്. പറഞ്ഞോ. പ്ലസ് പറയടാ.
100 into 0.5. പോട്ടെ, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്ര കിട്ടി അത് പറഞ്ഞാൽ മതി. എന്റെ പ്രശ്നം കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് എത്ര കിട്ടി? എത്ര പേർക്ക് 0.07 അല്ലെങ്കിൽ 7/100 അല്ലെ? 7/100 ആണോ 0.07 അല്ലടാ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്ര? 0. പറഞ്ഞോ. 0.07. യെസ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. മനസ്സിലായിട്ടുണ്ടോ? ഇത് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടെങ്കിൽ ഇല്ല, ക്ലിയർ ആയി. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഞങ്ങളുടെ ചാനൽ പറഞ്ഞുതരണോന്ന് പറയടാ. പറഞ്ഞുതരണോ? എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരണോ? വേണോ? ഓക്കെ. 5/100 എത്രയാ? നേരിട്ട് ചെയ്യാം. 5/100 എത്രയാ? 0. പറയടാ മോനെ. 0.05 ആണ് അല്ലേ? 0.05 5/100. യെസ്. പ്ലസ് 0.2/10 എത്രയാ? 0.02. 0.02. അപ്പൊ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 0.07. അല്ലെന്നാ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ചെയ്താടാ, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് എസ് ആണെങ്കിൽ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എസ് ആണെങ്കിൽ ഒരു എസ് കൊടുക്ക്, നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് സമയമുണ്ടല്ലോ, മെല്ലെ ചെയ്യാൻ മതി. ക്ലിയർ ആണെങ്കിൽ മാത്രം ഒരു എസ് കൊടുത്താൽ മതിയോടാ, ഇല്ലെങ്കിൽ ഒരു നോ എഴുതിക്കോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഒരു നോ കൊടുത്താൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും എസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞില്ല. അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തൂടെ? ഫസ്റ്റ് ഒന്ന് എഴുതിയെടുത്തൂടെ? ഇനി ഞാനൊരു ടാസ്ക് നിങ്ങൾക്ക് തരട്ടെ. സെക്കൻഡ് പിന്നെ ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ പറഞ്ഞുതരാം. ഇതിന്റെ റിലേറ്റീവ് എറർ എന്നല്ല ഇതിന് പറയാം. ഇതിനെന്താ പറയാ? പറഞ്ഞോ. റിലേറ്റീവ് എറർ. ഓക്കെ, ഇതിന്റെ പെർസെന്റേജ് എറർ ആക്കാന്ന് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ പെർസെന്റേജ് എറർ ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഇൻടു എന്ത് ചെയ്താൽ മതി? ഇൻടു 100 ചെയ്താൽ മതി. അത് എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിലേറ്റീവ് എററിനെ വിളിക്കുന്ന വേറെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഫ്രാക്ഷണൽ എറർ എന്നും പറയും. റിലേറ്റീവ് എററിനെ വിളിക്കുന്ന വേറെ പേര് എന്താടാ? അപ്പം ഫ്രാക്ഷൻ എറർ എന്ന് പറയും. അപ്പോ റിലേറ്റീവ് എന്ന വാക്കിന് പകരം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് നെറ്റി നിൽക്കണ്ട, ഇതന്നെയാണ് ചെയ്യുക. ഇത് പെർസെന്റേജ് എറർ എന്ന് ചോദിക്കും. അപ്പൊ ഒന്നും ചെയ്യണ്ട, റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചിട്ട് അത് 100 കൊണ്ട് ഇൻടു ചെയ്താൽ മതി. മനസ്സിലായോ? എന്തുകൊണ്ട് ഇൻടു ചെയ്താൽ മതി? അത്രയേ ഉള്ള ആൻസർ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മളോട് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, റിലേറ്റീവ് എറർ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുണ്ടോ? ശ്രമിക്കോ. റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്, അതാണ് ചോദ്യം. ഓക്കെ, റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്. ആരെങ്കിലും ഒരു 5 പേര് ഫസ്റ്റ് ചെയ്ത 5 പേരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ഞാൻ തന്നെ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? റെസിസ്റ്റൻസ് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് ഞാൻ തന്നെ ചെയ്യല്ലേ? ചെയ്യട്ടെ? ഓക്കെ, ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചോട്ടെ. ഇത് കഴിഞ്ഞോ? അമർനാഥ് എല്ലാവരും കഴിഞ്ഞോ? യുവിനെല്ലാം കഴിഞ്ഞോ? ഓക്കെ, അഞ്ചിത അനുമറിയ എല്ലാവരും കഴിഞ്ഞല്ലോ അല്ലേ? അഭയ നീയ ഓക്കെ ഓക്കെ കഴിഞ്ഞു. ശിവാനി കഴിഞ്ഞു. പ്രണവ് കഴിഞ്ഞു. ഓക്കെ, വായിച്ചോട്ടെ സാറ്, വായിച്ചോട്ടെ. ഒറ്റ പോയിന്റ്, റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്. അതിന്റെ അർത്ഥം എന്താ? റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് എന്ന് വെച്ചാൽ R ± ഡെൽറ്റ R എന്നാണ്. പറഞ്ഞ എന്താ റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് എന്ന് വെച്ചാൽ? പറയടാ. R ഡെൽറ്റ R. ഓക്കെ, ഒരു സാധനം വിത്ത് എറർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ± ഡെൽറ്റ ആ സാധനം ഉണ്ടാവും. അത് A ആണെങ്കിൽ A ± ഡെൽറ്റ A, B ആണെങ്കിൽ B ± ഡെൽറ്റ B. ഇവിടെ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് R ± ഡെൽറ്റ R. ഇതാണ് റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്. എന്താ പറയാ ഇതിന്? പറയടാ. ഓൾറെഡി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ? ഡെൽറ്റ R/R is equal to എത്ര കിട്ടിയിട്ടുണ്ട്? വേഗം പറഞ്ഞോ. 0.07. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇത് എടുത്ത് എഴുതാൻ പറ്റുമോ? പറ്റില്ല, കാരണം നമുക്ക് ഡെൽറ്റ R ആണ് വേണ്ടത്, ആറും വേണം അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം R കണ്ടുപിടിക്കാം. R കണ്ടുപിടിക്കട്ടെ സാറ്? R കണ്ടുപിടിക്കട്ടെ അല്ലേ? ഇതിൽ R വേണ്ടേ? R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? V/I എന്നല്ലേ? അല്ലേ? ഓക്കെ, V/I. വിന്റെ വാല്യൂ എത്രയാ? 100 ഡിവൈഡഡ് ബൈ ഐന്റെ വാല്യൂ എത്രയാ?
10. 10. 10/100/10 എത്രയാ? ആ പറഞ്ഞോ. 100/10. 100/10. വെരി ഗുഡ്. 10 ആണ്. ഓ അതെങ്കിലും അറിയാലോ. 10. ഓക്കെ. അപ്പൊ 6 കിട്ടി എനിക്ക്. അപ്പൊ 6 കിട്ടി. 6ന്റെ വാല്യൂ എത്ര? വേഗം പറ. 6ന്റെ വാല്യൂ എത്ര? വേഗം പറടാ. 10. പ്ലസ് ഓർ മൈനസ്. എനിക്ക് ഡെൽറ്റ ആർ അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇനിയിപ്പോ എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വേഗം പറ. അവിടെയാണ് പിന്നെ ടാസ്ക്. സാർ എന്താ ചെയ്യുക സാർ? എങ്ങനെ കണ്ടുപിടിക്കുക സാർ? ഒരു ചെറിയ ഐഡിയ ഉണ്ട്. പറയടാ, ഇണ്ടെന്ന് പറ. ചെറിയ ഐഡിയ ഉണ്ട്. ഒന്നുമില്ല. ഡെൽറ്റ ആർ ബൈ ആറിന്റെ വാല്യൂ എത്രയാ? ആറിന്റെ വാല്യൂ എത്രയാ? വേഗം പറ. 10 ഇസ് ഈക്വൽ ടു പറഞ്ഞോ 0.07 അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ അത് ഡെൽറ്റ ആറ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 10 ഇങ്ങോട്ട് എടുത്താ പോരെ? ഈ ബൈ 10 ഇങ്ങോട്ട് എടുത്താ പോരെ? ഓക്കെ. അപ്പൊ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു 0.07 ഇൻറ്റു 10 എന്നാവില്ലേ? ആവില്ലേ? ഓക്കെ. അത് എത്ര ആയിരിക്കും? 0.07 ഇൻറ്റു 10. അത് 0.7 ആവും അല്ലടാ? മനസ്സിലായില്ല? 0.07 ഇൻറ്റു 10. 0.07 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴേ ഒരു ഡിജിറ്റ് പോയിന്റ് ഇങ്ങോട്ട് വരും. അപ്പൊ 0.7 ആയി. അപ്പൊ ഡെൽറ്റ ആറിന്റെ വാല്യൂ 0.7. ഇതാണ് റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്. മനസ്സിലായിട്ടില്ല? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ കൊടുക്കും, അല്ലെങ്കിൽ സാർ റിപ്പീറ്റ് ചെയ്തുതരാം. എന്താ റിപ്പീറ്റ് ചെയ്തരാം? പ്രശ്നമില്ല. ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ ആണെങ്കിൽ ഒരു എസ് കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുതരാം. പ്രശ്നമില്ല. റിപ്പീറ്റേഷൻ എന്തായാലും ചെയ്യൂ കേട്ടോ. നിങ്ങളെ പറഞ്ഞാൽ മാത്രം മതി. കാരണം ഞാൻ നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അലൻ ഏത് ഭാഗം ഡൗട്ട്? അലൻ ഓക്കെ. ഏത് ഇത് കിട്ടി? ഇത് മനസ്സിലായോ? തൊട്ട മുന്നേ ചെയ്തത് ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു വാല്യൂ ഇതിന്റെ അത് ഡെൽറ്റ നമ്മൾ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചില്ലേ തൊട്ട മുന്നേ? റിലേറ്റീവ് എറർ റിലേറ്റീവ് എറർ നമുക്ക് കിട്ടിയതല്ലേ? ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു 0.07 അല്ലേ? ഓക്കെ. അത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സെക്കൻഡ്. ഓക്കെ. സെക്കൻഡ് ആൻസർ. സെക്കൻഡ് നമ്മളോട് എന്താ പറഞ്ഞത്? റെസിസ്റ്റൻസ് വിത്ത് പറഞ്ഞോ? റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ്. അതിന്റെ അർത്ഥം ആർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആർ ആ രൂപത്തിൽ എഴുതണം. പറഞ്ഞ റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് വെച്ചാൽ എന്താണ്? ആറ് ഡെൽറ്റ ആർ. ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ്, ഡെൽറ്റ ആർ എന്ന് വെച്ചാല് പറഞ്ഞോ അതിന്റെ എറർ. ഡെൽറ്റ ആർ എറർ ആണ്. അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ എനിക്ക് ആറും വേണം ഡെൽറ്റ ആറും വേണം. ഓക്കെ. ഡെൽറ്റ ആർ ബൈ ആർ ആണ് 0.07 അല്ലെ? ഡെൽറ്റ ആർ ബൈ ആർ ആണ് എന്ത്? പറഞ്ഞോ. 0.0. നേരത്തെ കണ്ടുപിടിച്ച് വെച്ച സാധനം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അല്ലേ? അപ്പൊ എനിക്ക് 6 വേണം. 6 കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞോ. V by I. വിന്റെ വാല്യൂ എത്രയാ? പറഞ്ഞോ. വിന്റെ വാല്യൂ എത്ര? 100. ഐന്റെ വാല്യൂ എത്രയാ? 100/10. അപ്പൊ ഡെൽറ്റ ആർ ബൈ ആറിന്റെ വാല്യൂ എത്രയാ? പറഞ്ഞോ. 10. അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടി. ഞാൻ ഹാപ്പി ആയിട്ട് ആറിന്റെ വാല്യൂ എഴുതി. മനസ്സിലായോ? ഓക്കെ. ഇനി എനിക്ക് വേണ്ട ഡെൽറ്റ ആർ ആണ്. എനിക്ക് എന്താ വേണ്ടത്? പറ മോനെ. ഡെൽറ്റ ആർ. അപ്പോ ഡെൽറ്റ ആർ എനിക്ക് ഇത് എഴുതാൻ പറ്റില്ല. കാരണം ഡെൽറ്റ ആർ ബൈ ആർ ആണ് ഇത്, അല്ലാണ്ട് ഡെൽറ്റ ആർ മാത്രമല്ല ഇത് അല്ലേ? ഈ 0.07 എന്ന ഡെൽറ്റ ആർ ആണോ? അല്ല, ഡെൽറ്റ ആർ ബൈ ആർ ആണ്. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ആറിന്റെ വാല്യൂ എനിക്ക് അറിയാമല്ലോ. അപ്പൊ ആറിന്റെ മൂല്യം കൊടുക്കുക. ആറിന്റെ വാല്യൂ എത്രയാടാ മോനെ? 10 അല്ലേ? ഓക്കെ. അപ്പൊ ഡെൽറ്റ ആർ ബൈ ആറിന്റെ വാല്യൂ 10 സമം എത്ര? 0.07. അപ്പൊ ഡെൽറ്റ ആർ കിട്ടണമെങ്കിൽ ഈ 10 ഇങ്ങോട്ട് എടുക്കാം. എടുത്തോട്ടെ. ബൈ 10 ഇങ്ങോട്ട് എടുക്കുമ്പോ ഇൻറ്റു 10 ആവും അല്ലേ? അപ്പൊ 0.07 ഇൻറ്റു 10 ചെയ്താല് 0.7 ആവും. അതാണ് ഡെൽറ്റ ആർ. അപ്പൊ ഡെൽറ്റ ആറിന്റെ വാല്യൂ 0.7. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? പക്ക ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി റിപ്പീറ്റേഷൻ വേണോ? വേണമെങ്കിൽ ചെയ്തുതരാം. ബാക്കി എല്ലാം കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ രസ് കൊടുത്തതാണല്ലോ. ഇനി വേണ്ട. അറീന, ലിതിൻ, മറിയ, നന്ദന,
എല്ലാം റെഡി ആയിട്ടുണ്ടോ? എല്ലാവർക്കും റെഡി ആയിട്ടുണ്ടോ? റിപ്പീറ്റേഷൻ വേണ്ടല്ലോ, ഉറപ്പല്ലേ? വേണ്ട സാറേ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരും, വേണമെങ്കിൽ ഞാൻ പറയാം. ആര്യ, അനുശ്രീ, അനുമറിയ, അഞ്ജിത, അഭയ, ആര്യ, അശ്വിന ക്ലിയർ ആയിട്ട്, അശ്വിൻ കൃഷ്ണ, ക്രിസ്റ്റി, അമർ, റിപ്പീറ്റേഷൻ വേണ്ടാലും ഉറപ്പല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ഇനിയും ചോദ്യം തരട്ടെ നിങ്ങൾക്ക്? തരട്ടെ? ഓക്കെ, ഉറപ്പല്ലേ തരട്ടെ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ സഹിക്കില്ല, എത്ര തന്നെ, വേറെ എന്ത് ചെയ്യാനല്ലേ? ഓക്കെ, പറഞ്ഞോട്ടെ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഞ്ഞു ചോദ്യം, അധികം ബുദ്ധിമുട്ടുള്ള ചോദ്യം ഞാൻ തരുന്നില്ല, ഒരു കുഞ്ഞു ചോദ്യം തരാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്താലോ? സൂപ്പർ ക്വസ്റ്റ്യന്. ഓക്കെ, പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പറയോ അയ്യോ ഫിസിക്സ് ടഫ് ആണെന്നുള്ള? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ്. യെസ്, കിട്ടി. എടാ, ലെങ്ത്തും ബ്രെഡ്ത്തിന്റെ ചോദ്യം നമ്മൾ ചെയ്തതാണോ? ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ തരാൻ പോകുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മിനിറ്റ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരും കേട്ടോ. ചോദ്യം മനസ്സിലായോ? ആയോ? പേടിച്ചു പോയോ? ടെൻഷൻ ആവണ്ട, ആദ്യം ചോദ്യം എഴുതിയെടുക്ക്, ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചോദ്യം എഴുതിയെടുക്ക്, ഞാൻ തന്നെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. വഴി നമുക്ക് പെട്ടെന്ന് തീർക്കണത്. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോടാ? ഇത് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറയണം. പെണ്ണൊക്കെ ഒന്ന് താഴെ വെക്ക്. ഓക്കെ, പെണ്ണൊക്കെ ഒന്ന് താഴെ വെക്ക്. ഒന്ന് കേട്ടാൽ മാത്രം മതി, ഞാൻ ശരിയാക്കി തരാം. പറയട്ടെ? ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ? എല്ലാരും പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? ഡിവിഷൻ. അത് ഇഷ്ടായി, വെരി ഗുഡ്. ഓക്കെ, ഇതിന്റെ മുകളിൽ പവർ എത്രയാ? 2. ഇതിന്റെ മുകളിൽ പവർ എത്രയാ? 3. ഇതിന്റെ മുകളിൽ പവർ ഇല്ല. ഇതിന്റെ മുകളിൽ പവർ ഉണ്ടോ? ഇല്ല. പക്ഷെ റൂട്ട് ഡി കണ്ട് പേടിച്ചു പോകണ്ട. റൂട്ട് ഡി മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു സാധനം റൂട്ട് വന്നു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇത് രണ്ടും ഒന്നാണ്, മനസ്സിലായോ? റൂട്ട് ഡി എന്നുള്ളത് ഡിന്റെ മുകളിൽ 1/2 എന്ന് പറയുന്നത്, രണ്ടും സെയിം മീനിങ് ആണ്. പറഞ്ഞത് മനസ്സിലായോ? ആയോ? ഓക്കെ, അപ്പോ ഇതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് പെർസെന്റേജ് അത് കണ്ടുപിടിക്കാണ്. കുറച്ച് വാല്യൂ തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഞാൻ ചെയ്യട്ടെ? ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? എന്താ ഇത് ശരിക്കും?
പറഞ്ഞോ. ഡിവിഷൻ ആണ് അല്ലെ. ഡിവിഷന്റെ എറർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ആരെ വിളിക്കാം? അപ്പം നമുക്ക് അലൻ എന്നാവട്ടെ. അലൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കടാ. എടാ ഡിവിഷൻ, അലൻ മൈക്ക് ഓൺ ചെയ്യും. പോയോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ ഡിവിഷന്റെ എറർ, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണോ? ബൈ എ പ്ലസ് പറഞ്ഞോ. ഡെൽറ്റ ബി ബൈ ബി. വെരി ഗുഡ്. ഡെൽറ്റ ബി ബൈ ബി, വെരി ഗുഡ്. പ്ലസ് ഡെൽറ്റ സി ബൈ സി. ഡെൽറ്റ സി ബൈ സി, അഗൈൻ വെരി ഗുഡ്. പിന്നെ ഡെൽറ്റ ഡി ബൈ ഡി, ഹാഫ് ഡെൽറ്റ ഡി ബൈ ഡി. വെരി ഗുഡ്. പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അലന, ഇതൊക്കെ നമ്മൾ ഡിവിഷൻ ആവുമ്പോൾ അങ്ങനെ എന്താ ഒരു പ്രശ്നമുണ്ട്, പവർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ അത് ഫ്രണ്ടിലേക്ക് എന്റെ മുകളിലെ പവർ എത്രയാ? 2 മുന്നിൽ എഴുതി കേട്ടോ. ബിന്റെ മുകളിലെ പവർ ഏതാ? 3 മുന്നിൽ എഴുതി കേട്ടോ. സിന്റെ മുകളിലെ പവർ ഏതാ? ഇല്ല, അപ്പൊ ഒന്നും എഴുതണ്ട. ഡിന്റെ മുകളിലെ പവർ ഏതാ? ഹാഫ്. മോനെ മനസ്സിലായോ? ആയോ? ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്നതാണ് ഡെൽറ്റ എക്സ് ബൈ പറഞ്ഞോ. ഓക്കെ, ഇവിടെ എക്സ് ആയതുകൊണ്ട് ഡെൽറ്റ എക്സ് ബൈ എക്സ്. മക്കൾ ഇതുവരെ റെഡി ആയില്ല? എല്ലാവർക്കും റെഡി ആയോ? ഇത് റിലേറ്റീവ് എറർ ആണോ പെർസെന്റേജ് എറർ ആണോ? എന്താ ഈ സാധനം? റിലേറ്റീവ് എറർ ആണോ പെർസെന്റേജ് എറർ ആണോ? എല്ലാവരും പറ. ഇത് റിലേറ്റീവ് എറർ ആണോ പെർസെന്റേജ് എറർ ആണോ? ഇത് റിലേറ്റീവ് എറർ. ഓക്കെ, ഇതിനെ പെർസെന്റേജ് എറർ ആക്കി എഴുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻടു 100 എന്ന് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ ഇത് റിലേറ്റീവ് ആണെങ്കിൽ ഇൻടു 100 വേണ്ട, പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻടു 100. പറഞ്ഞോ, ഇൻടു 100. മക്കളെ മനസ്സിലായോ? അതേപോലെ ഇവിടെയും ഇൻടു 100. മക്കളെ മനസ്സിലായോ? ആയോ? കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. പെർസെന്റേജ് എറർ ഓഫ് എ എത്രയാ? പെർസെന്റേജ് എറർ ഓഫ് എ എത്രയാ? വേഗം പറ, എല്ലാവരും പറ. പെർസെന്റേജ് എറർ ഓഫ് എ എത്രയാ? 2. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. ഇൻടു പെർസെന്റേജ് എറർ ഓഫ് എ എത്രയാണ്? വേഗം പറഞ്ഞേ. 2. ഓക്കെ, ഇവിടെ നോക്ക്. പെർസെന്റേജ് എറർ ഓഫ് എ 2% ഓക്കെ, ഓൾറെഡി 2 ഇവിടെ ഉണ്ട്. അപ്പൊ 2 ഇൻടു 2% പ്ലസ് ഇവിടെ എന്തുണ്ട്? വേഗം പറ. 3 ഉണ്ട്. ഇൻടു പെർസെന്റേജ് എറർ ഓഫ് ബിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നവര്? പെർസെന്റേജ് എറർ ഓഫ് 1% പ്ലസ് സിന്റെ മുന്നിൽ നമ്പർ ഒന്നും ഇല്ല, അതുകൊണ്ട് ഒന്നും എഴുതണ്ട. സിന്റെ പെർസെന്റേജ് എറർ എത്രയാ? സിന്റെ 3% പ്ലസ് ഡിന്റെ, ഇതിന്റെ മുന്നിൽ ഓൾറെഡി ഒരു ഹാഫ് ഉണ്ട്, ഹാഫ് എഴുതി. ഡിന്റെ പെർസെന്റേജ് എറർ എത്രയാ? 4 ഇൻടു 4%. ഓക്കെ, ഇനി ഞാൻ ചെയ്യട്ടെ. 2 ഇൻടു 2 എത്ര? 4% പ്ലസ് 3 ഇൻടു 1 3% പ്ലസ് 3% അങ്ങനെ തന്നെ, ബിക്കോസ് അതിൽ വേറെ ഒന്നും കാണുന്നില്ല. പ്ലസ് ഇത് ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? വെട്ടാൻ പറ്റുമോ? ഹാഫും വെട്ടിക്കൂടെ? 2. ഓക്കെ, 2%. ഓക്കെ, മൊത്തം എത്ര കിട്ടി? നിങ്ങൾ വേഗം പറ. 4 പ്ലസ് 3 7 പ്ലസ് 3 10 പ്ലസ് 2 12. അപ്പൊ പെർസെന്റേജ് എറർ എത്രയാ? പെർസെന്റേജ് എറർ ഓഫ് എക്സ് എത്രയാ? 12%. ഇത് എയിംസ് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു എസ് കൊടുക്ക്, അല്ലെങ്കിൽ സാർ റിപ്പീറ്റ് ചെയ്ത് തരാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തരാം, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. നിങ്ങൾ ഇന്ന് പറയണം, റിപ്പീറ്റ് ചെയ്യും സാർ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് തരും. ഞാൻ നിങ്ങളെ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അലന റെഡി ആയിട്ടുണ്ട്? അലന മനസ്സിലായിട്ടുണ്ടോ? റിപ്പീറ്റേഷൻ വേണോ? ക്ലിയർ ആണ് അല്ലേ? അഞ്ജിത, അനു മറിയ, ക്രിസ്റ്റി ഓക്കെ, നിയ പറയുന്നില്ല. പ്രണവ, ശിവാനി ക്ലിയർ ആണ് അല്ലേ? ഐറീൻ ക്ലിയർ ആണ്. ഓക്കെ, ഹിരൺ, അശ്വിൻ ഇല്ല അവിടെ. അനുശ്രീ, അപർണ ഓക്കെ മക്കൾ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു എയിംസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എയിംസ് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ല, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ
പറ്റുന്നില്ലേ? സാറേ ഓക്കെ, ഞാൻ ഈ ഇനിയും വിടില്ല നിങ്ങളെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ തരൂ. വേണോ? ഇനിയും വേണോ? ഒന്ന് നിങ്ങളെ തന്നെ വിട്ട് ഞാൻ ചെയ്യിപ്പിച്ചാല്. എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഒന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണേ. ഒരൊറ്റ ചോദ്യം മാത്രം ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിർത്താം. ഓക്കെ, നിർത്തല്ല, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ ആണ്? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാനൊരു കാര്യം ഓക്കെ, പോട്ടെ. നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. ഒറ്റ പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഇത് ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി ഒരൊറ്റ ക്ലാസ്, മാക്സിമം ഒറ്റ ക്ലാസ്. ഇത് കഴിഞ്ഞ ക്ലാസ് തീരേണ്ടതായിരുന്നു, 2 ആഴ്ച എടുത്തിട്ടില്ല, സുഖമില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ തീർന്ന് പോകേണ്ടതാ. നമുക്ക് ഇനിയിപ്പോ നവംബറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുതിയ ചാപ്റ്ററോട് കൂടി സ്പീഡിൽ അങ്ങോട്ട് തീർക്കും. ഇത് മായിച്ചോട്ടെ സാർ, മായിച്ചോട്ടെ. ഓക്കെ, എഴുതിക്കോ. എന്തായാലും നമുക്ക് ഒരു ചാപ്റ്റർ കഴിഞ്ഞല്ലോ. ഇനി ഒരു ഹാഫ് ആൻ അവർ കിട്ടിയാൽ, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സോട് കൂടി ഞാൻ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നവംബറിൽ നിങ്ങൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്താൽ, ട്യൂഷൻ റൈറ്റ് വേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്കായിരിക്കും ഞാൻ ഇറങ്ങുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എല്ലാവർക്കും അഡ്മിഷൻ റെഡി ആയി? ഇനിയിപ്പോൾ ആർക്കും അഡ്മിഷൻ റെഡി ആവാനുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, അതായിക്കോളൂ കേട്ടോ. പിന്നെ എയിംസിനൊന്നും എഴുതല്ല കേട്ടോ, ഇതൊന്നും എഴുതണ്ട, ഇത് വരെ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇത് IMP എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. IMP എന്താ? IMP അതറിയാലല്ലേ. ഞാൻ ഒരു പ്രോബ്ലം കൂടി ചെയ്യട്ടെ, നിങ്ങളൊന്ന് സ്പീഡാക്കി തീർക്ക്. ഞാൻ നല്ലൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? എനിക്കറിയാം ഞാൻ തന്നാൽ നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് സമയം തരാം, 2 മിനിറ്റ് ഞാൻ സമയം തരാം. 2 മിനിറ്റ് നിങ്ങൾ ചെയ്യല്ലോ അല്ലേ? ഇത് വായിച്ചോട്രാ. ഓക്കെ ഓക്കെ, ഇത് മായ്ക്കാൻ പോവാണ്. ചോദ്യം മനസ്സിലായോ? ആയോ? ഒരൊറ്റ കാര്യം പറയാണ്ട്, 4 ഒരു ഇക്വേഷനില് നമ്പറോ പയ്യോ വന്നു കഴിഞ്ഞാല് എറർ എഴുതുമ്പോ ഇവരെ പരിഗണിക്കാനേ പാടില്ല. കാരണം ഇവർ കോൺസ്റ്റന്റ് ആണ്. ഇവരെന്താണ്? കാരണം 4 എന്നുള്ള സാധനത്തിന് എറർ ഉണ്ടാവില്ല, ഓൾറെഡി ഫിക്സഡ് വാല്യൂ അല്ലേ? അളക്കുന്ന സാധനം അല്ല, 4 ഫിക്സഡ് അല്ലടാ. ഓക്കെ, അപ്പൊ പയ്യന്റെ വാല്യൂ ഫിക്സഡ് വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ തന്നോട്ടെ, പയ്യോ നമ്പറോ തന്നാൽ അത് നിങ്ങൾ പരിഗണിക്കേണ്ടത് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഒഴിവാക്കാന്ന് വെച്ചാൽ മായ്ക്കരുത്, അത് അവിടെ നിന്നോട്ടെ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവനെ പരിഗണിക്കാനേ പാടില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്തുകൂടെ? ജിന്റെ പെർസെന്റേജ് എന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഒരാളെ വിളിക്കാം. എന്റെ ഒരു സമാധാനത്തിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു പൊക്കോ. ഞാൻ വിളിക്കുന്നവർ മാത്രമേ എനിക്ക് പറഞ്ഞു. ലിതിൻ ഒന്ന് ട്രൈ അടിച്ചു നോക്കടാ. പറയോ? പെർസെന്റേജ് എറർ. അപ്പൊ ഡെൽറ്റ ജിയും ബൈ ജിയും. പിന്നെ പെർസെന്റേജ് ആവുമ്പോ പ്ലസ് ഇൻറ്റു 100. ഇനി 4 എടുക്കണോ? 4 എടുക്കണം. അതല്ല 4 പൈയും എഴുതണോ? ഡെൽറ്റ അത് വരോ? 4 പൈ സ്ക്വയർ വരോ? ഇല്ല, കാരണം ഇവരെന്താണ്? ഞാൻ പറ, കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആണ്. അവരെ വിട്ടേക്ക്, ബാക്കിയുള്ളവർ തുടങ്ങിയാൽ മതി. പറഞ്ഞോ. L/T². അത് ഓക്കെ, L/T². അത് എററിലേക്ക് എഴുത. ഡിവിഷൻ അല്ല, എങ്ങനെ എഴുതണ്ടേ? ഡിവിഷൻ ആകുമ്പോ
പറഞ്ഞോ. കിട്ടുന്നില്ല? ഇല്ല. കുഴപ്പമില്ല മോനെ, എത്ര പറഞ്ഞില്ലേ. മറിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ അല്ല 2 ആദ്യം പറഞ്ഞു. ഡെൽറ്റ ടി ബൈ ടി ഓക്കെ ഇൻറ്റു 100 ടീന്റെ മുകളിൽ എന്തുണ്ടടാ? 2. അപ്പം 2 എവിടെ എഴുതണ്ടേ? അതിന്റെ ഫ്രണ്ടില്. ഓക്കെ. അപ്പോ ഇതവിടെ നിൽക്കട്ടെ. പറഞ്ഞോ. ഇതിന്റെ വാല്യൂ എത്രയാ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 എത്ര? പെർസെന്റേജ് ഓഫ് എൽ. ഓക്കെ 2 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി എത്ര? 3%. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2% പ്ലസ് 2 പ്ലസ് 6%. മൊത്തം 8%. ഓക്കെ. മലയാളം വലിയ കൈയടിയിട്ടുണ്ടോ? എല്ലാവരും കൈയടിച്ചു കൊടുക്കണോ? കുട്ടി ഉഷാറായിട്ട് ആൻസർ ചെയ്തില്ല. മറിയം ലിതിൻ ജോസ് രണ്ടാക്കും. ലിതിൻ ജോസ് പറഞ്ഞിരുന്നു ഇത് മാത്രം, ചിലപ്പോ ഇത് കിട്ടിയിരുന്നെങ്കിലും മൊത്തം പറഞ്ഞിട്ടാവും. കിട്ടാത്തോടെ പറയാത്ത. ഓക്കെ ലിതിന റെഡി ആയില്ല? എപ്പോ റെഡി ആയോ? മനസ്സിലായി. ഓക്കെ. ഇത് ഓക്കെ ആണെങ്കിൽ ഒരു എസ് കൊടുക്ക്, ഇത് ഓക്കെ അല്ലെങ്കിൽ ഒരു നോ കൊടുക്ക്. മതി. റിപ്പീറ്റ് ഇട്ടാല് ഞാൻ പറഞ്ഞുതരും. ഒറ്റ റിപ്പീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ യെസ്. അപ്പോൾ റിപ്പീറ്റ് ഒന്നും കാണുന്നത് ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണോ നിങ്ങൾ യെസ് ഓക്കെ ഒക്കെ പറയുന്നത്? എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളെ നേരിട്ട് ഞാൻ കാണാം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താലോ? സ്കൂൾ ഓപ്പൺ റൈറ്റ് വേ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്താൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് വേണ്ട സാറായിരിക്കും അല്ലേ? അഭിപ്രായം പറ. അങ്ങനെ ചെയ്യണോ? തുറക്കുന്ന അന്ന് തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്താൽ ഇത് ചെയ്യാം സാറേ. അല്ലേ? ഒരു നല്ലൊരു രസമല്ലേ? അല്ലേ? പറയടാ. നമുക്ക് അതിനൊരു കാര്യം ചെയ്യാം. ഒരു തുറക്കുന്ന അന്ന് തന്നെ ഒരു ചെറിയൊരു എക്സാം കണ്ടക്ട് ചെയ്താം. എഴുത്ത് പരീക്ഷ എഴുതിപ്പിച്ചാലോ? ഒരൊറ്റ എക്സാം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ തന്നെ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നടത്താം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ കൊടുക്ക് ചാറ്റ് ബോക്സിൽ. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ കൊടുക്ക്. ചെറിയ എക്സാം ഞാൻ പഠിപ്പിച്ചത് മാത്രം, ഫസ്റ്റ് ചാപ്റ്റർ മാത്രം, ഇപ്പൊ എടുത്ത ചാപ്റ്റർ മാത്രം. ഓക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെ. ഓക്കെ എന്നാ പിന്നെ ആവട്ടെ. ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാം ആയിരിക്കും. വലിയ എക്സാം എന്നല്ല, കുഞ്ഞ് എക്സാം ആണ്. പിന്നെ നോട്ട് കിട്ടിയോ ഇതിന്റെ മൊത്തം? ഇല്ലല്ലോ. അപ്പൊ ഇന്ന് ഞാൻ നോട്ട് അയച്ചു തരാം കേട്ടോ. ഇതിൽ ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ട്, എഴുതി എന്താ പറയാ, എഴുത്ത് നോട്ട് ഉണ്ട്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളൂ. പക്ഷെ എഴുത്ത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താ ഞാൻ അയച്ചുതരാം, ഒരു നോട്ട് അയച്ചുതരാം. ആ നോട്ട് ഒന്ന് നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ അതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് വായിച്ചോട്ടെ. ഓക്കെ ഇനി നമ്മൾ 2 ടോപ്പിക്കോളും, അതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. എത്ര ടോപ്പിക്കാണ്? ഓക്കെ ആ 2 ടോപ്പിക്കിലും പ്രോബ്ലം ഇല്ല. 2 ടോപ്പിക്കിലും ആ 2 ടോപ്പിക്കിലും പ്രോബ്ലംസ് ഇല്ല. ആ 2 ടോപ്പിക്കിലും പകരം കുറച്ച് റൂൾസ് ആണ്. കുറച്ച് റൂൾസ് പഠിക്കാണ്ട്, അത്രയേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? കുറച്ച് റൂൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതോടുകൂടി ഈ ചാപ്റ്റർ മൊത്തത്തിൽ അവസാനിച്ചു. എങ്ങനെയുണ്ട് ചാപ്റ്റർ? മനസ്സിലായോ അത്യാവശ്യം? കുഴപ്പമില്ലാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല. കാരണം ഓൺലൈനിൽ നമ്മൾ ഇത്ര മനസ്സിലാക്കാൻ പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇരുന്നാൽ മതി, തന്നാലേ മനസ്സിലാക്കിയുള്ളൂ. പക്ഷെ ഓൺലൈനില് പൊതുവേ ഞാനിപ്പോൾ എന്താ പറയാ, പല സെന്റേഴ്സും എന്താ പറയാ കുട്ടികൾ പറയുന്നത് ഇത് തന്നെയാണ്. ഓൺലൈനിൽ നമുക്ക് ഇത്ര മനസ്സിലാക്കാൻ പറയുന്നത് തന്നെ വലിയൊരു കിട്ടല. ഓഫ്ലൈൻ ആകുമ്പോൾ പിന്നെ നിങ്ങൾ പ്രശ്നം നേരിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അപ്പം തന്നെ സ്പോട്ടിൽ ചോദിക്കുക. പിന്നെ നിങ്ങളെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ക്ലിയർ? ആ ടെൻഷൻ വേണ്ട. ഓഫ്ലൈനിൽ പിന്നെ ആ ടെൻഷൻ വേണ്ട. പിന്നെ ഞാനൊരു കാര്യം എപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഒരു ക്ലാസ് പോലും നിങ്ങൾ ഒഴിവാക്കരുത്. അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും. കാരണം നിങ്ങൾക്ക് ഇത് കിട്ടാൻ വരെ വഴിയില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ 10ാം ക്ലാസ് വരെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എന്തെങ്കിലും കുറച്ച് മനസ്സിലാവും അല്ലേ? പക്ഷെ ഈ +1 സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ടെക്സ്റ്റ് ബുക്ക് ഒന്നാമത് വായിക്കാനേ തോന്നൂല.
പിന്നെ അതിന്റെ ഭാഷ ആണെങ്കിൽ ഭയങ്കര ഒരു ഓൾ ഇന്ത്യ ലെവൽ ബുക്കാണല്ലോ ടെക്സ്റ്റ് ബുക്ക്. കേരള ബുക്കല്ല, മൊത്തത്തിലുള്ള ബുക്കാണ്. അറിയാലോ അല്ലേ? അതൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ. കാരണം ഓൾ ഇന്ത്യ ബുക്കാണ് നമ്മളെ ഈ +1 ഫിസിക്സും കെമിസ്ട്രി ബുക്ക്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ബുക്കാണ്, ഗവൺമെന്റ് ഓഫ് കേരളന്റെ ബുക്കല്ല. അപ്പൊ ആ വാക്കുകളൊക്കെ ഇല്ല, എഴുത്തുകളൊക്കെ ഇല്ലേ, പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ആ ഭാഷയല്ല, അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചാൽ മനസ്സിലാവില്ല, അത് പെട്ടെന്ന് ഓടൂല, ക്ലിയർ ആവില്ല. ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ സാറേ. എങ്ങനെയുണ്ട്? അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഭാഷ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാലോ? ഇംഗ്ലീഷ് ഒരു പ്രത്യേക ഇംഗ്ലീഷ് ഒക്കെ അല്ലേ? അല്ലേ? മനസ്സിലാവണം. അതെന്താ ചെയ്യേണ്ടത്? ക്ലാസ് കേട്ടിട്ടാണോ വായിച്ചത്? ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ ആണോ വായിച്ചത്? ക്ലാസ് കേട്ടിട്ട്. അത് നന്ദന പറഞ്ഞ പോലെ ഒറ്റ വഴിയേ ഉള്ളൂ ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ. ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്ക്, മനസ്സിലാവും. ക്ലിയർ? ക്ലാസ് കേൾക്കാണ്ട് നിങ്ങൾ എന്ത് തലക്കുത്തനെ ഇരുന്ന് ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ 10th അങ്ങനെയാണല്ലോ അല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇരുന്ന് പഠിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ലാസ്റ്റ് ടൈമിൽ അത് സോഷ്യലൊക്കെ പറ്റും, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പറ്റും. പക്ഷെ സോഷ്യൽ സ്റ്റഡീസ് ഒന്നും ഈ വർഷം ഇല്ലല്ലോ. ഈ വർഷമുള്ള സബ്ജക്ട് മൊത്തം നിങ്ങളൊരു ക്ലാസ് ഇരിക്കുക, മനസ്സിലാവും. ക്ലാസ് ഇരിക്കുന്നില്ലേ, ആ ചാപ്റ്റർ പിന്നെ ചിന്തിക്കേണ്ട, അതങ്ങോട്ട് മറന്നേക്കും. ആ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ എടുത്ത സാധനം മൊത്തം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടാവും? ഒന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവില്ല എന്നുള്ള 100% പറയാൻ പറ്റും. ഒന്നും മനസ്സിലാവില്ല. എന്ത് നോട്ട് വായിച്ചിട്ടും കാര്യമില്ല, ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് മെയിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശനിയും ഞായറൊക്കെ ക്ലാസ് എന്നൊക്കെയാണ് വെക്കുന്നത്, ഒരു മടിയും കൂടാതെ തുടക്കം മുതൽ അവസാനം വരെ വരാം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊപ്പം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് ഓർത്തിട്ട്, കാരണം നിങ്ങൾക്ക് ഇനി അത്ര ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം നവംബർ ആയില്ലേ, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 1.5 വർഷം ഉണ്ടാവുള്ളൂ, 2 വർഷം നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ? കാരണം നിങ്ങൾക്ക് ജൂൺ അല്ലാലോ സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നവംബറിലാണ്, നവംബർ 15th ആണ്. 4-5 മാസം കഴിഞ്ഞാൽ +1 കഴിയും. അത് കഴിഞ്ഞാൽ +2 എന്തായാലും മാർച്ചിൽ ഒരു തീർക്കും. അടുത്ത മാർച്ചോ ഏപ്രിലൊക്കെ ആകുമ്പോൾ തീർക്കും. ഒരു 1.5 വർഷം കൂടിയേ ഉള്ളൂ നിങ്ങൾ മൊത്തത്തിൽ +1+2. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി എനിക്ക് 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് സിഗ്നിഫിക്കന്റ് നമ്പർ എന്ന് പറയും, പറയടാ. നമ്പർ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയും. പറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗറും രണ്ടാമത്തത് റൗണ്ടിങ് ഓഫും. ഓക്കെ, രണ്ടാമത്തെ എന്താ? റൗണ്ടിങ് ഓഫും. പിന്നെ ഞാൻ പ്രിസിഷൻ അക്യൂറസി ഒക്കെ എടുത്തതാണ് നിങ്ങൾക്ക്, അത് എടുത്തിട്ടുണ്ടാവല്ലോ അല്ലേ? കെമിസ്ട്രിയിൽ എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഫിസിക്സ് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. ഏതാ അക്യൂറസി, ഏതാ പ്രിസിഷൻ എടുത്തില്ലേ? ഇല്ല. എന്നാൽ അത് 2 കുഞ്ഞു ടോപ്പിക്കാണ്, വളരെ കുഞ്ഞു ടോപ്പിക്കാണ്. പ്രിസിഷനും അക്യൂറസി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും. ആ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തീരില്ല ഇത്. ഓക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കുറെ റൂൾസ് പറയാനുണ്ട്. അപ്പൊ പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിലെ കുട്ടിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്.